ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇതേപോലത്തെ 2 ബ്രേക്ക്ഫാസ്റ്റ് ബാർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൈയോട് പ്രസ് ചെയ്തൊന്ന് പൊടിച്ചെടുക്കാം. വീട്ടിലെങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ബാർ ഉണ്ടാക്കാനുള്ള റെസിപ്പി ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കയ്യിൽ ബ്രേക്ക്ഫാസ്റ്റ് ബാർ ഇല്ലെങ്കിൽ ആ റെസിപ്പി നോക്കിയിട്ട് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബാർ ഉണ്ടാക്കാം. പിന്നെ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിയ സീഡ്സ് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പൊടിച്ച ബ്രേക്ക്ഫാസ്റ്റ് ബാർ ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒട്ടും പുളിയില്ലാതെ നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളെടുക്കുന്ന ഗ്ലാസിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും കേട്ടോ എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി. ഇനി വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ബാർ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ റെഡ് കറൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാംഗോ, ബനാന, സ്ട്രോബെറി, ബ്ലൂബെറി ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് നല്ല കട്ടത്തൈര് ചേർത്ത് കൊടുക്കാം. ഓട്സിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലെക്സും യൂസ് ചെയ്യാം കേട്ടോ. ഇനി മധുരത്തിന് ആവശ്യമുള്ള ഹണി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ബാർ അത്യാവശ്യം സ്വീറ്റാണ്. ഞാൻ അധികം ഹണിയൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഈ മുകളിൽ വീണ്ടും നമുക്ക് ചിയ സീഡ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ബാർ പൊടിച്ചതും പിന്നെ കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കാഷ്യൂ നട്ട്സും റേസിൻസും ആണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് റെഡ് കറൻസും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അല്പം ഹണിയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കഴിക്കുന്ന ടൈമിൽ മിക്സ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നന്നായി തണുപ്പിച്ചും കഴിക്കാം, അല്ലെങ്കിൽ ഇതേപോലെയും കഴിക്കാം കേട്ടോ. നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.